മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അന്ത്യ അത്താഴവേളയിൽ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഭക്ഷിച്ച ശേഷം ഈശോ ഹൃദയസ്പർശിയായ ഒരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ശിഷ്യന്മാരുടെ അസ്വസ്ഥതയ്ക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഹൃദയവേദന എന്ന് പറയുന്നത് തങ്ങളുടെ ഗുരുനാഥൻ തങ്ങളെ വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകാൻ സമയമായി എന്ന സൂചന നൽകിയതാണ്. ആ വിയോഗത്തിന് ഗുരുവിനെ പിടിച്ചേൽപ്പിക്കുന്നത് തങ്ങളിൽ ഒരുവനാണെന്ന മുന്നറിയിപ്പും, തങ്ങളിൽ പ്രഥമൻ പോലും 3 പ്രാവശ്യം അവിടുത്തെ തള്ളിപ്പറയുമെന്ന പ്രവചനവും, അങ്ങനെ മംഗളകരമല്ലാത്ത എന്തോ ഒന്ന് സംഭവിക്കുമെന്ന സൂചനകൾ അവരുടെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചു. അപ്പോഴും ഈശോയ്ക്ക് ഒന്ന് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. കാരണം തൻ്റെ കടന്നുപോക്ക് പിതാവിൻ്റെ ഭവനത്തിൽ സ്ഥലം ഒരുക്കിയ ശേഷം വീണ്ടും കടന്നു വരാനുള്ള ഒരു പോക്കാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്കുള്ള വാസസ്ഥലം ഒരുക്കുക എന്നതായിരുന്നു ആ കടന്നുപോക്കിൻ്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തൻ്റെ സഹന മരണോത്ഥാനത്തിലൂടെയുള്ള ആ കടന്നുപോക്കിൽ ശിഷ്യന്മാരുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. പകരം ദൈവത്തിൽ എന്ന പോലെ തന്നിലും പൂർണ്ണമായി വിശ്വസിക്കുക മാത്രം മതി എന്ന് ഈശോ അവരെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുകയാണ്. ഇതിനിടയിൽ തോമസ് ഈശോയുടെ സംഭാഷണം മുറിച്ചുകൊണ്ട് പറയുന്നുണ്ട്: കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? തോമസിൻ്റെ ആ ഇടപെടൽ വലിയ ഒരു വെളിപ്പെടുത്തലിന് കാരണമായി. യേശു പറഞ്ഞു: ഞാനാണ് വഴിയും സത്യവും ജീവനും. നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആധുനിക യുഗത്തിൽ ഏറ്റവും അധികം മനുഷ്യനെ വേട്ടയാടുന്നത് അസ്വസ്ഥതകളാണ്. ആധുനികത മനുഷ്യന് സമ്മാനിച്ച ഒന്നാണ് അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത്. രോഗത്തെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ച്, പ്രതിസന്ധികളെയും സഹനങ്ങളെയും കുറിച്ച്, ജീവിത വിജയപരാജയങ്ങളെക്കുറിച്ച്, മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസം, വിശ്വാസ ജീവിതം, അവരുടെ ഭാവി, ഇങ്ങനെ നിരവധി ടെൻഷൻസ് മനുഷ്യനെ ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ചില ജീവിത സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ, വഴി അറിയാതെ തേങ്ങിക്കരയുമ്പോഴും ഒറ്റപ്പെടുമ്പോഴുമെല്ലാം ഈശോ നമ്മുടെ അരികിൽ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്: മകനെ, മകളെ, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട എന്ന് ഈശോ പറയാനുള്ള കാരണം ഇതാണ്: ദൈവത്തിൽ വിശ്വസിക്കുക, അവിടുന്ന് അയച്ചവനിലും വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ അസ്വസ്ഥതയെ മറികടക്കാൻ ഏക മാർഗം വിശ്വസിക്കുക എന്നതാണ് എന്ന് ഈശോ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ പീഡാസഹനവും മരണവും ശിഷ്യന്മാരെ സംബന്ധിച്ച് വേദന സമ്മാനിക്കുന്നതാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ഏക മാർഗം ഈശോയിൽ വിശ്വസിക്കുക, അവിടുന്നാണ് വഴിയും സത്യവും ജീവനും എന്ന ആ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാനുള്ള മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. വേദനകളുടെ, സങ്കടങ്ങളുടെ, പ്രതിസന്ധികളുടെ, പലവിധ ആകുലതകളുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം നടക്കേണ്ട വഴിയും ഈശോയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വഴിയായിരിക്കണം. മറ്റൊരു വഴിക്കോ ജീവിത ദർശനങ്ങൾക്കോ ഒന്നും ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കില്ല എന്ന കാര്യം മറക്കാതിരിക്കാം. രണ്ടാമത്തെ ചിന്ത ഇതാണ്: നമുക്ക് ചുറ്റും ഒത്തിരി പേര് സങ്കടങ്ങളുടെയും അസ്വസ്ഥതകളുടെയും നടുവിലൂടെ വേദനിക്കുന്നവരുണ്ട്. അവർക്ക് വഴിയും സത്യവും ജീവനുമാകേണ്ടവരാണ് ഓരോ ക്രൈസ്തവനും. ചുരുക്കി പറഞ്ഞാൽ, മറ്റൊരു ക്രിസ്തുവായി നാം മാറ്റപ്പെടണം. ഇപ്രകാരം മറ്റൊരു ക്രിസ്തുവായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു മദർ തെരേസ. കൽക്കട്ടയിലെ തെരുവീഥികളിൽ ആരോരുമില്ലാതെ അലഞ്ഞു നടക്കുന്നവർക്ക് അമ്മയായിരുന്നു, വഴികാട്ടിയായിരുന്നു മദർ. മാനസികവും ശാരീരികവുമായ വേദനകളിലൂടെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നിപ്പിച്ചെടുത്തു നിന്ന് ജീവൻ്റെ മാർഗമായി തീരാൻ മദർ തെരേസയ്ക്ക് കഴിഞ്ഞതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടയിൽ വേദനിക്കുന്നവരുടെ ജീവിതങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മുഖമായി മാറാം, ആശ്വാസം പകരുന്നവരാകാം. നമുക്ക് പ്രാർത്ഥിക്കാം: ഈശോയെ, ജീവിതത്തിൽ വേദനകളുടെയും അസ്വസ്ഥതകളുടെയും നടുവിൽ ഞെങ്ങിഞ്ഞെരിയുമ്പോഴും അങ്ങിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കാനും, അങ്ങാണ് വഴിയും സത്യവും ജീവനും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് എല്ലാം അതിജീവിക്കാനും, അതുപോലെ ചുറ്റുമുള്ളവർക്ക് ആശ്വാസമാകാനും, അവർക്ക് ക്രിസ്തുവിൻ്റെ മുഖം സമ്മാനിക്കാനും കൃപ നൽകണമേ. ആമേൻ.